ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവൻ്റെ ഈ കുഞ്ഞു ശരീരത്തിനുള്ളിലുള്ള 39 ട്രില്യൺ ബാക്ടീരിയകൾക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ടോക്സിക് ലോഡ് അവനിട്ട് കൊടുക്കുന്നതാണ്. ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ശരീരത്തിൻ്റെ എനർജി ലെവലിൽ, ശരീരത്തിന് ഇലക്ട്രിക് പവർ ഉണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ, ഞാൻ പലപ്പോഴും പറയുന്നതാണ്. ഒരു കോശത്തിൻ്റെ വോൾട്ടേജ് 0.07 മില്ലി വോൾട്ടേജാണ്. ഹൃദയം പിടിക്കുന്നത് ഇലക്ട്രിക് പവർ ഇമ്പൾസസ് ചെല്ലുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ആ ഇലക്ട്രിക് പവർ വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടാണ് തണുപ്പ് സമയത്ത് മഴക്കാലത്തൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഊർജ നഷ്ടം വരുത്തുന്ന, അനാവശ്യ ഊർജം ചെലവാക്കിക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഭീഷണിയായി തീരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. അഴുക്കുള്ള ഭക്ഷണം കഴിക്കാതിരിക്കണം. ആ അഴുക്ക് തന്നെ വിഷം. അതിനുള്ളിലുള്ള ശരീരത്തിന് ചേരാത്ത ആ ആഹാരത്തിന് താല്പര്യമുള്ള ജീവികളുടെ പ്രവർത്തനം, ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ മഴക്കാലത്ത് വയറിളക്കം ഉണ്ടാകുന്നതല്ല അപകടം, മഴക്കാലത്ത് പനി വരുന്നതല്ല അപകടം, മഴക്കാലത്ത് ജലദോഷം വരുന്നതല്ല അപകടം. ഇവ വരുത്തിയാൽ മാത്രമേ അഴുക്കിനെ നീക്കം ചെയ്യാവൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തതാണ് അപകടം. ജലദോഷം വരുമ്പോൾ മനസ്സിലാക്കണം, ശരീരം ഇതിനെല്ലാം കളയാനുള്ള പണി തുടങ്ങി. പനി ചൂട് കൂട്ടി അണുക്കളെ വേണ്ടാത്തതിനെ കൊല്ലാനായിട്ട് തെർമോ റെഗുലേഷൻ. ആ പനിയല്ല ശത്രു, ആ പനിയല്ല കുറയ്ക്കേണ്ടത്. പനി വരാനായിട്ട് ചിലപ്പോൾ ശരീരം ഈ ബാക്ടീരിയൽ ടോക്സിനെതിരായിട്ടും ബാക്ടീരിയക്കെതിരായിട്ടും ഇൻഡസ്ട്രൈൽ അല്ലെങ്കിൽ കുടലിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇൻഫ്ലമേഷനിലൂടെയാണ് ശരീരത്തിനെ നേരിടുന്നത്. ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കലല്ല, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് അല്ല വേണ്ടത്. അവിടെ വേണ്ടത് ഈ വിഷാംശം ചെന്ന ഭക്ഷണ സാധനങ്ങൾ ഡൈല്യൂട്ട് ചെയ്യാൻ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിച്ചു കൊടുക്കുക. ഛർദ്ദിക്കാൻ പോവുകയാണെങ്കിൽ അതിനെ സഹായിക്കുക. മോശം ഭക്ഷണം ചെന്ന് പറഞ്ഞാൽ വായ വിരലിട്ട് ഛർദ്ദിച്ചാൽ തന്നെ ഈ ഫുഡ് പോയ്സണിൽ മരിച്ച ആളുകൾ ഷവർമ കഴിച്ച് ശവമായവരുണ്ട്, കുഴിമാന്തി കഴിച്ച് കുഴിയിൽ പോയവരുണ്ട്, മരണൈസ് കഴിച്ച് മരിച്ചു പോയവരുണ്ട്. ഇവരൊക്കെ വായയിൽ വിരലിട്ടൊന്ന് ഛർദ്ദിച്ച് കൊടുത്തിരുന്നെങ്കിൽ, നന്നായിട്ട് വെള്ളം ചൂടുവെള്ളവും കൂടെ അങ്ങ് കുടിച്ച് ഛർദ്ദിച്ച് കൊടുത്തിരുന്നെങ്കിൽ മരിക്കേണ്ട വല്ല കാര്യമുണ്ട്. ഈ അലോപ്പതി ചികിത്സക്ക് പോയിട്ട് മരിക്കുന്നതാണ്. ഇതിനും അവർ കുറച്ചും കൂടെ വിഷം കയറ്റും. അപ്പോൾ നമ്മുടെ ആഹാരപാനീയങ്ങളിൽ പരമജാഗ്രത. ജയിലിൽ, നമ്മുടെ നാട്ടിലെ ആളുകൾ തുരുതുര മഴക്കാല രോഗം പിടിക്കുമ്പോൾ ജയിലിൽ പിടിക്കണില്ല. ജയിലിൽ എലിപ്പനി കൊണ്ട് ആൾ മരിക്കാറില്ല, ഡെങ്കിപ്പനി കൊണ്ട് മരിക്കാറില്ല. ഇനി അപൂർവമായിട്ട് ആരെങ്കിലും ഡെങ്കിപ്പനി ഡോങ്കിപ്പനി കൊണ്ടൊക്കെ ജയിലിൽ ആശുപത്രിയിലാകുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ഭരിക്കുന്നവർക്ക് വേണ്ടപ്പെട്ട തടവുകാരൻ വല്ലതായിരിക്കും. ഭരിക്കുന്നവർക്ക് വേണ്ടപ്പെട്ട കള്ളന്മാരുണ്ട്, ഭരിക്കുന്നവർക്ക് വേണ്ടപ്പെട്ട ഗുണ്ടകളുണ്ട്. അവർക്ക് പ്രത്യേകമായി നമുക്കറിയാം, നമുക്ക് കേരളത്തിൻ്റെ ദൃശ്യം ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരെടുത്ത് കൂടുതൽ തിന്നും. ജയിലിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് മേസ്തിരിമാർ, പ്രത്യേകം ആളുള്ളവർ, തടവുകാർ തന്നെയാണ്. നല്ല അസൽ കള്ളന്മാരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയാലൊരു മെച്ചമുണ്ട്. എന്താ കാര്യം? ഭക്ഷണത്തിൽ അവൻ കളവ് കാണിക്കുകയല്ല, അവനുകൂടി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണല്ലോ. രോഗങ്ങൾ അങ്ങനെ വരാത്തതിന് കാരണം അവിടെയും റേഷനാണ്. കോഴി ബിരിയാണി തിന്നാൻ പറ്റുമോ ജയിലിൽ? എന്താ പറ്റാതെ? മട്ടൺ ഫ്രൈ, ബീഫ് ഫ്രൈ. ജയിലിൽ സ്ക്രൂ ഉണ്ടോ? സ്ക്രൂ തിന്നാൻ പറ്റുമോ? സ്ക്രൂ തിന്നോ മനുഷ്യർ? ബിരിയാണി സ്ക്രൂ ഇല്ല. വളരെ ലൈറ്റായ ഭക്ഷണമാണ്. ജയിലിൽ ഇറച്ചി മീനൊക്കെ ഉണ്ട് കേട്ടോ. ചോദിക്കും, പച്ചക്കറി വേണ്ടവരാരെങ്കിലും ഉണ്ടോ? മേസ്തരി ഇങ്ങനെ നടന്ന് ചോദിക്കും. ഇറച്ചി എന്ന് പറഞ്ഞാൽ ഒരു കഷണം, ഇത്രേ ഉള്ളൂ. 2 നേരെ ഭക്ഷണമുള്ളൂ. ജയിലിലെ ഭക്ഷണം ഉണ്ടാക്കിയ ഉടനെ
രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഒന്നും കിട്ടും, പിന്നെ വൈകിട്ട് 5 മണിയാകുമ്പോഴും കിട്ടും. പൂർവിക ഭാരതം ആ നേരത്താണ് ഭക്ഷണം കഴിച്ചിരുന്നത്. 2 നേരം ഉണ്ടായിരുന്നുള്ളൂ. സായിപ്പ് വന്നതിന് ശേഷമാണ് 3 നേരം ഈ ബ്രേക്കും ബ്രേക്കും ഇല്ലാത്ത തീറ്റയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിളിച്ചത് സായിപ്പാണ്. ആ 3 നേരം ഭക്ഷണം കഴിച്ചാൽ രോഗിയാകുമെന്ന് നമ്മുടെ കാർന്നമാർ പറഞ്ഞിട്ടുണ്ട്. 1 നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവർ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി. അല്ലാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ ഇരിപ്പുണ്ടോ? 3 നേരവും ഭക്ഷണം കഴിച്ച് രോഗിയാകാത്തവരാ? 2 നേരമേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്നിട്ടും ഞാൻ രോഗിയായെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? 1 നേരം ഭക്ഷണം കഴിച്ച് യോഗം പോയി യോഗിയല്ലാതെയായി ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പോഴാണ് നമ്മൾ 4 നേരവും 6 നേരവും ഒക്കെയാണ് കഴിക്കണത്. അത് ഭക്ഷണമൊന്നുമല്ല. ഒരു ചായയും 2 വടയും കഴിച്ചാൽ ഭക്ഷണമെന്ന് പറയാൻ പാടുണ്ടോ? അതിന് ഭക്ഷണമാണോ? ചായ ഒരു ഉണ്ടംപൊരിയും കഴിച്ചു, അത് ഭക്ഷണമാണോ? ചായ 2 ബിസ്ക്കറ്റും കഴിച്ചു, ഒക്കെ ഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളിലെ പോഷകമില്ലായ്മയും ഈ തണുപ്പിൻ്റെ കാലത്ത് നമുക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാക്കും. കാരണം കൂടുതൽ ചൂട്, കൂടുതൽ എനർജി ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് സർവൈവ് ചെയ്യാൻ തന്നെ ചിലവഴിക്കേണ്ട ഒരു സമയമാണ്. വെറുതെ ഇരിക്കാൻ തന്നെ കൂടുതൽ ചൂട് വേണം, കൂടുതൽ എനർജി വേണം. അപ്പോൾ വളരെ ജാഗ്രതയോടെ ഈ മഴക്കാലത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് വേണ്ടാത്ത ഭക്ഷണപാനീയങ്ങളെല്ലാം ഒഴിവാക്കണം. ചായയും കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ചൂടുള്ളതുകൊണ്ട് ചൂട് തരും, പക്ഷേ ആ ചൂടല്ല, ശരീരം ഉണ്ടാക്കുന്ന ചൂടാണ് ശരീരത്തിന് വേണ്ടത്. പുറത്തു നിന്ന് ചൂടുള്ളത് ഇട്ടുകൊടുത്തല്ല നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നിലനിർത്തേണ്ടത്. ബോഡി ജനറേറ്റർ, നമ്മുടെ അകത്തിരിക്കുന്ന കോശങ്ങളിലെ ഇലക്ട്രിക് പ്രവർത്തനം, മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനം നടന്നിട്ടാണ് ശരീരത്തിന് ചൂടുണ്ടാവേണ്ടത്. അതുകൊണ്ട് തണുപ്പ് കാലം നേരിട്ട് ചൂടുള്ളത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണ്ട. ചവച്ചരച്ചരച്ച് ബോഡി ടെമ്പറേച്ചർ വരുത്തി ഭക്ഷണമായാലും വെള്ളമായാലും ശരീരത്തിന് ചൂട് വരുത്തിയിട്ട് ഇറക്കി കൊടുക്കുക. മിതമായ ഭക്ഷണം മതി. വെള്ളം ആവശ്യത്തിന് കുടിക്കണം, അമിതമായി കുടിക്കേണ്ട കാര്യമില്ല, പക്ഷേ വെള്ളം ശരീരത്തിന് ആവശ്യമാണ്.